കാൽവറി യെരുശലേമിന് തൊട്ടുപുറത്തുള്ള ഒരു കുന്നാണ് കാൽവറി കുന്ന്. ലാറ്റിൻ ഭാഷയിലാണ് കാൽവറി എന്നുപയോഗിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഗൊൽഗോത്ത. ഗൊൽഗോത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തലയോടെന്നാണ്. ആ കുന്നിൻ്റെ രൂപം, ഷേപ്പ് ഏകദേശം തലയോടിന് സമാനമാണ്. അതുകൊണ്ട് ആ പേര് വന്നു. ആ പേര് വരുവാനുള്ള മറ്റൊരു കാരണം, പല വധശിക്ഷകളും അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിമിത്തം അനേകരുടെ തലയോട്ടികൾ അവിടെ കിടന്നിരുന്നു എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടും തലയോടിടം എന്നർത്ഥമുള്ള ഗൊൽഗോത്ത എന്ന് വിളിച്ചു വന്നു. ഗ്രീക്ക് ഭാഷയിൽ ക്രാനിയോൺ എന്ന നാമമാണ് നാം കാണുന്നത്. ക്രൂശിക്കപ്പെടേണ്ടവർ തന്നെ തങ്ങളുടെ കുരിശ് ചുമന്നുകൊണ്ട് പോകണം. നീളമുള്ള തടിക്കഷ്ണത്തിന് ഏകദേശം 5 മീറ്റർ നീളം കാണും. വീതിയുടെ ഭാഗത്ത് ആ തടിക്കഷ്ണത്തിന് 2.5 മീറ്റർ നീളമുണ്ട്. 2 മീറ്ററിൽ താഴെയുള്ള ഒരു മനുഷ്യനെ തൂക്കുവാൻ എന്തിനാണ് 5 മീറ്റർ നീളമുള്ള തടിക്കഷ്ണം എന്ന് ചോദിച്ചാൽ, ക്രൂശിക്കപ്പെടുന്ന ആളിൻ്റെ ക്രൂശ് ആ ഗോൽഗോത്ത കുന്നിലേക്ക് കുഴിച്ചിടുന്ന പതിവുണ്ട്. കുറേ ഭാഗം അങ്ങനെ ഭൂമിക്കുള്ളിലേക്ക് പോകും. ക്രൂശിക്കപ്പെടുന്ന ആളുടെ കൈകൾ വിരിച്ച് 2 വശങ്ങളിലേക്ക് നിർത്തും. അതിനാണ് 2.5 മീറ്റർ നീളമുള്ള തടിക്കഷ്ണം ഉപയോഗിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശുമരണം വരെയും ക്രൂശുമരണം ഒരു നിന്ദ്യമായ മരണമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടെ ചിന്താഗതികൾക്ക് വ്യത്യാസമാണ്. ശാപം അനുഗ്രഹമായി, നിന്ദ്യമായത് മാന്യതയ്ക്ക് വഴിമാറി. അങ്ങനെ ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടെ നമുക്ക് അനുഗ്രഹവും മാന്യതയും പാപമോചനവും ലഭ്യമാകുകയാണ്. ക്രൂശിൻ്റെ ഭാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏകദേശം 120 മുതൽ 140 കിലോഗ്രാം വരെ ഭാരമുണ്ട്. 60-70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യനെ തൂക്കിയിടുവാൻ അതിൻ്റെ ഇരട്ടി ഭാരമുള്ള തടിക്കഷ്ണങ്ങൾ ആവശ്യമാണ്. ഈ ഭാരമുള്ള മരക്കുരിശും ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥയിലേക്ക് നടന്നു കയറി. ഇടയ്ക്ക് കർത്താവ് ഏറ്റ അടികളുടെ ആധിക്യ നിമിത്തം അവിടുന്ന് തളർന്നതിനാൽ ശീമോൻ കുറച്ച് ചുമന്ന് സഹായിക്കുന്നുണ്ട്. അത് നിമിത്തം അവനും അവൻ്റെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ക്രിസ്തീയ ചരിത്രം സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഇടം അത് ദൈവത്തിൻ്റെ നീതിയുടെ സ്ഥലമാണ്. പാപത്തിനെതിരെ ദൈവത്തിന് ശിക്ഷ വിധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ദൈവം പാപത്തെ വെറുക്കുന്ന, പാപത്തോട് കോംപ്രമൈസ് ചെയ്യുവാൻ കഴിയാത്ത പരിശുദ്ധനാണ്. അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് ദൈവനീതിയുടെ ഇടമാണ്. ക്രിസ്തു ക്രൂശിൽ ന്യായവിധി തൻ്റെ ശരീരത്തിൽ നമ്മുടെ ന്യായവിധി ഏറ്റെടുത്തതിനാൽ അത് ന്യായവിധിയുടെ സ്ഥലമാണ്. അപ്പോൾ തന്നെ ആ ശിക്ഷ നമ്മുടെ മേൽ തരാതെ അവിടുന്ന് സ്വയം ഏറ്റെടുത്തതിനാൽ അത് ദൈവസ്നേഹത്തിൻ്റെ ഇടമാണ്. ദൈവനീതിയുടെ ഇടം, ദൈവിക ന്യായവിധിയുടെ ഇടം, ദൈവസ്നേഹത്തിൻ്റെ ഇടം. ക്രൂശിൽ കൂടെ നമുക്ക് രക്ഷ തരത്തില്ലെന്ന് വാദിച്ച പിശാചിൻ്റെ ശക്തികൾ തോൽപ്പിക്കപ്പെട്ടതിനാൽ അത് ജയത്തിൻ്റെ ഇടം കൂടിയാണ് ക്രൂശ്. ക്രൂശുമരണത്തോടുകൂടെ ദൈവപുത്രനെ ഇല്ലാതാക്കാമെന്ന സാത്താൻ്റെ പദ്ധതി പൊളിഞ്ഞു. അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ക്രൂശിൽ പിശാചിൻ്റെ ശക്തികളെ തോൽപ്പിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ രക്ഷയുടെ നിർണയം അവിടുന്ന് വരുത്തി. മരണാനന്തര ജീവിതം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സുള്ള അമർത്യമായ നിത്യമായ ശരീരത്തിൻ്റെയൊക്കെ ഉറപ്പ് യേശുവിൻ്റെ ഉയർപ്പിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ക്രൂശ് ജയത്തിൻ്റെ ഇടമാണ്, രക്ഷയുടെ ഇടമാണ്. അപ്പോൾ ക്രൂശ് ദൈവിക നീതിയുടെ ഇടം, ദൈവിക ന്യായവിധിയുടെ ഇടം, അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഇടം, ജയത്തിൻ്റെ ഇടം, രക്ഷയുടെ ഇടം. അങ്ങനെ ക്രൂശ് അനുഗ്രഹത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണ നാളിലെ ഗൊൽഗോത്ത കുന്നിൽ 3 ക്രൂശാണ് ഉയർത്തപ്പെട്ടത്. നടുവിൽ നാം കാണുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. വേദപഠിതാക്കൾ ഈ ക്രൂശിനെ 3 ലേബലിൽ വിശേഷിപ്പിക്കാറുണ്ട്. യേശുവിൻ്റെ ക്രൂശ് ക്രോസ് ഓഫ് ദ റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ക്രൂശ്, അല്ലെങ്കിൽ ക്രോസ് ഓഫ് ദ റിഡീമർ, വീണ്ടെടുപ്പുകാരൻ്റെ ക്രൂശ് എന്ന് വിശേഷിപ്പിക്കുന്നു. രക്ഷകൻ്റെ ക്രൂശാണ് നടുവിൽ കാണുന്നത്.
ഒരു വശത്തുള്ള കള്ളൻ ആദ്യം കർത്താവിനെ നിന്ദിച്ചെങ്കിലും പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ടു. യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞു. യേശു രാജാവായി മടങ്ങി വരുമെന്ന് തിരിച്ചറിഞ്ഞു. യേശുവിനെ പാപം ക്ഷമിക്കുവാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവുണ്ടായി. യേശുവിനെ തന്നെ പറുദീസയിലേക്ക് ചേർക്കുവാൻ കഴിയും എന്ന ബോധ്യമുണ്ടായി. അവൻ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥിച്ചു, യേശുവേ രക്ഷക, അവിടുന്ന് രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ആ മാനസാന്തരം ശരിയായ മാനസാന്തരമായി ആയിരുന്നതിനാൽ അവിടുന്ന് അവൻ നേരിട്ട് തന്നോട് പ്രാർത്ഥിച്ചതിനാലും കർത്താവ് അവന് രക്ഷ നൽകി. അതുവരെയും ദുഷ്പ്രവർത്തിക്കാരനും കള്ളനുമായിരുന്ന ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടതിനാൽ, യേശുവിൽ വിശ്വസിച്ചതിനാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചതിനാൽ അവൻ വിശുദ്ധനായി തീർന്നു. കർത്താവ് അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ള ഉറപ്പ് നൽകി. അങ്ങനെ അവൻ രക്ഷ പ്രാപിച്ചു. അവന് ബാക്കി ആത്മീയകാര്യങ്ങളൊന്നും ചെയ്യുവാൻ സമയമില്ല. അവൻ്റെ മരണത്തിന് തൊട്ട് മുൻപേ അവൻ യേശുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി. ആ ക്രൂശിനെ ക്രോസ് ഓഫ് ദ റിപ്പൻഡന്റ്, മാനസാന്തരപ്പെട്ടവൻ്റെ ക്രൂശ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മറുവശത്ത് കടന്ന കള്ളൻ അവൻ യേശുവിനെ നിന്ദിച്ചതേയുള്ളൂ. അവൻ മാനസാന്തരപ്പെട്ടില്ല. അവൻ യേശുവിൽ വിശ്വസിച്ചില്ല. ക്രോസ് ഓഫ് ദ റിബലിയൻ, ക്രിസ്തുവിനെ തിരസ്കരിച്ചവരുടെ പ്രതീകമാണവൻ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരുടെ പ്രതീകമാണ്. അങ്ങനെ ഗോൽഗോഥായിൽ ഉയർത്തപ്പെട്ട 3 ക്രൂശുകളിൽ നടുവിലുള്ള ക്രൂശ് രക്ഷകന്റെ ക്രൂശ്. ഒരു വശത്തുള്ള കള്ളൻ മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടവൻ്റെ ക്രൂശ്. മറുവശത്തുള്ള കള്ളൻ യേശുവിനെ തിരസ്കരിച്ചു, തിരസ്കരിച്ചവരുടെ പ്രതീകമാണവൻ. രക്ഷകനായ ക്രിസ്തുവിൻ്റെ ക്രൂശ് ലോക ജനതയെ, മനുഷ്യ വംശത്തെ, മനുഷ്യനെ രണ്ടായി തിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപമോചനം പ്രാപിക്കുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നു, തള്ളിക്കളയുന്നു, യേശുവിനെ കൈക്കൊള്ളുന്നില്ല, യേശുവിലൂടെയുള്ള പാപമോചനം പ്രാപിക്കുന്നില്ല, യേശുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി സ്വീകരിക്കുന്നില്ല. അവർ നഷ്ടപ്പെടുന്നു, നരകത്തിലേക്ക് പോകുന്നു. രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഫലം ഇന്നും ഉണ്ട്. ക്രൂശിൽ തുറക്കപ്പെട്ട രക്ഷയുടെ ഉറവ വറ്റിപ്പോയിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി അതിഭയാനകമായ ക്രൂശുമരണം സ്വീകരിച്ചു. പാപമില്ലാത്ത ദൈവപുത്രൻ ക്രൂശിക്കപ്പെട്ടത് അവിടുന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല, എൻ്റെയും നിങ്ങളുടെയും പാപനിമിത്തമത്ര. നാം അത് വിശ്വസിക്കുമ്പോൾ, ആ കർത്താവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, മായ്ക്കപ്പെടുന്നു. കൂർത്ത മുള്ളുകൾ കൊണ്ട് നിർമ്മിച്ച മുൾക്കിരീടം, നെബൂള വിഭാഗത്തിൽപ്പെട്ട മുൾക്കിരീടം, അത് യേശുവിൻ്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ചപ്പോൾ തലയിൽ അനേക മുറിവുകൾ. റോമൻ പടയാളികൾ തങ്ങളുടെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് യേശുവിനെ ഇടിച്ചപ്പോൾ ഉണ്ടായ ചതവുകളും മുറിവുകളും, അവർ യേശുവിൻ്റെ കന്നത്തെ അടിച്ചപ്പോൾ ഉണ്ടായ ചതവുകളും മുറിവുകളും, മുഖത്തെ രോമം വലിച്ചു പിഴുതപ്പോൾ ഉണ്ടായ മുറിവുകൾ, ചാട്ടവാറുകൊണ്ട് യേശുവിൻ്റെ തിരുശരീരത്തെ അടിച്ചു നുറുക്കി ആ മാംസമെല്ലാം കഷ്ണം കഷ്ണങ്ങളായി ചിതറിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒട്ടനവധി മുറിവുകൾ, കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ഉണ്ടായ മുറിവുകൾ, വിലാപ്പുറത്ത്, ചങ്കിൽ, ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടായ മുറിവ്. ഇങ്ങനെ വ്യത്യസ്തമായ മുറിവുകൾ യേശു ഏറ്റു. അവിടുന്ന് ക്രൂശിൽ 6 മണിക്കൂർ കടന്നു. അവിടുത്തെ തിരുശരീരം മുഴുവൻ നമുക്കായി നുറുക്കപ്പെട്ടു. അസ്ഥികളെല്ലാം എണ്ണ എന്ന സ്ഥിതിയിലേക്ക് ആയി. അപ്പോൾ കർത്താവേറ്റ മുറിവുകളുടെ എണ്ണം എത്രയധികമാണ്. ആ യേശുക്രിസ്തു സന്തോഷത്തോടെ നമുക്ക് വേണ്ടി ഈ വേദനകൾ എല്ലാം കാൽവരി ക്രൂശിൻ്റെ മുകളിൽ, ആ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് സഹിച്ചു, വഹിച്ചു. നമ്മുടെ പാപത്തിൻ്റെ പാനപാത്രം അവിടുന്ന് സ്വീകരിച്ചു, പകരം രക്ഷയുടെ പാനപാത്രം നമുക്ക് തന്നു. യേശു നൽകുന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തുന്ന ദീപം, ഇന്നും നാളെയും കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പഴയ കാലങ്ങളിലൊക്കെ വിളിച്ചു പറയുന്ന ചില വാക്യ ശകലങ്ങളുണ്ട്.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, അന്നുയർത്തപ്പെട്ട രക്ഷയുടെ ദീപം, സുവിശേഷത്തിൻ്റെ ദീപം, കർത്താവ് കത്തിച്ച രക്ഷയുടെ ദീപം, സുവിശേഷത്തിൻ്റെ ദീപം, അത് അനേകരിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്, ദൈവദാസന്മാർക്കുണ്ട്. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോയി സുവിശേഷത്തിൻ്റെ പോഷണം നാം നടത്തണം. വിശ്വസിക്കുന്നവർക്ക് ഇന്നും രക്ഷ സൗജന്യമാണ്. സകലരെയും രക്ഷിക്കുവാൻ, എല്ലാവരെയും രക്ഷിക്കുവാൻ യേശു ഒരുക്കിയ രക്ഷാകര പദ്ധതി, അവിടുത്തെ ക്രൂശുമരണം, കർത്താവിൻ്റെ ഉയർപ്പ്, അതെല്ലാ ജനതകളും അറിയട്ടെ.